അപ്പൊ നമ്മളിന്ന് പുതിയ മാർക്കറ്റ് കാണാൻ പോവുകയാണ്. മോക്ക് സ്കൂളൊക്കെ തുറന്നില്ല, അപ്പോൾ ഹോസ്റ്റലിൽ പോകണം, അതിൻ്റെ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോള്, ഇതെൻ്റെ ബുക്കൂസ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വിശേഷങ്ങളൊക്കെ പറയാം. ചലോ तो गाइस चलो चलते हैं। ഇതാ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർത്തിക ദീപം തെളിയിക്കാൻ വന്ന അമ്പലത്തിൻ്റെ മുന്നിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലും വയലുകളും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. റോഡ് നീള മരങ്ങളൊക്കെ ആയിരിക്കും. ഇതുപോലെ കൊണാർക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ശില്പങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ. ഗണേശൻ്റെയും ആനയുടെയൊക്കെ ശില്പങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒത്തിരി നാളായത് അങ്ങനെ തന്നെ ഉള്ളതാണ്. ഇത് വിൽക്കാൻ വേണ്ടി വെച്ചതല്ല, കാഴ്ചയ്ക്ക് ഭംഗിക്ക് വേണ്ടി വെച്ച്. ഇവിടെ ഒരു സായി അമ്പലമുണ്ട്, അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. കൊണാർക്ക് റൂട്ടിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെ വലിയ ടൗണൊന്നുമല്ല, ചെറിയ ടൗണാണ്. രണ്ട് സൈഡും കാടുകളൊക്കെയാണ്. അപ്പോൾ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ വിൽക്കാനും ഐസ്ക്രീമായിട്ടും ഇളനീര് അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും കണ്ടില്ലേ, വെറും മരങ്ങളും കാടൊക്കെയാണ്. കൊണാർക്കിൽ എയർപോർട്ടൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു 3 വർഷമായി കേൾക്കുന്നത്. അതിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊണാർക്ക് എത്താറായി. അപ്പോൾ വലിയ ടൗണൊന്നുമല്ല. നമ്മൾ എന്ത് ഷോപ്പിങ്ങോ എന്തുണ്ടെങ്കിലും നമ്മൾ കൊണാർക്കിലേക്ക് അങ്ങനെ വരാറില്ല. നമ്മൾ പുരി അല്ലെങ്കിൽ ഭുവനേശ്വറാണ് പോവുക. ഇവിടെ പരിസരത്തുള്ളവർ മാത്രമേ ഇവിടെയുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അധികം വീടുകളൊന്നുമില്ല, കുറച്ച് വീടുകളൊക്കെ ഉള്ളൂ. ഈ ഭാഗത്ത് കൊണാർക്ക് ടെമ്പിളിൻ്റെ സൺ ടെമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഭാഗത്തൊന്നും അധികം വീടുകളൊന്നുമില്ല, കുറവാണ്. കൊണാർക്ക് ടൗണിലേക്ക് നമ്മൾ കടന്നു. ഇതാണ് ആ ചെറിയ മാർക്കറ്റ്. അത് അങ്ങ് ദൂരെ കാണുന്നതാണ് കൊണാർക്ക് സൺ ടെമ്പിൾ. അങ്ങ് ദൂരെ കാണുന്നില്ല, അതിൻ്റെ തലഭാഗം അതാണ് കൊണാർക്ക്. നമ്മൾ ഈ റോഡ് പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് കാണുന്നേ ഉള്ളൂ. ഇത് കൊണാർക്ക് ടെമ്പിളിൻ്റെ ആ പരിസര ഭാഗങ്ങളാണ്. ഇവിടെ ഫുള്ള് ഫെസ്റ്റിവൽ ടൈമിൽ ഈ മരങ്ങൾ ഫുള്ള് ലൈറ്റായിരിക്കും. അപ്പോൾ ഈ വർഷം ഫെസ്റ്റിവലിന് ഞങ്ങൾ വന്നിട്ടില്ല. കോവിഡൊക്കെ ആയ കാരണം ഇപ്പോൾ ഫെസ്റ്റിവലൊന്നും മര്യാദയ്ക്കില്ല. അപ്പോൾ ഇത് കൊണാർക്ക് ഒഡീസി ഡാൻസൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതാണ് ഈ ഗേറ്റും ഒക്കെ. ഇവിടെയൊക്കെ ടൂറിസ്റ്റ് പ്ലേസാണ്, എപ്പോഴും ആൾക്കാരൊക്കെ വരും. നല്ല ഭംഗിയാണ്. ഇത് കൊണാർക്കിലെ മ്യൂസിയം, അവിടുത്തെ ഒഡീസി ഡാൻസിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്. ഇത് കൊണാർക്ക് മെയിൻ പോയിൻ്റാണ്. ഇത് 3 ഭാഗത്തേക്ക് ഫ്രണ്ടിലേക്ക് പോയാൽ പുരി, ഇപ്പുറത്തെ ഭാഗത്ത് പോയ ഭുവനേശ്വർ എല്ലാം കൂടി ചേരുന്ന ഒരു റോഡാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു ട്രാഫിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ബീച്ചിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കൊണാർക്ക് സൺ ടെമ്പിൾ, ചന്ദ്രബഹ നദി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേറെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചന്ദ്രബഹ നദി തീരത്തേക്കാണ് പോകുന്നത്. അവിടെ നല്ല രസമാണ്, ഒത്തിരി വണ്ടികളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊണാർക്കിൻ്റെ സ്ഥലം തന്നെയാണ്. കൊണാർക്ക് ഫെസ്റ്റിവലിന് എക്സിബിഷനൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ മതിലിൻ്റെ അപ്പുറത്ത്. അവിടെ ഒത്തിരി കടകളും എക്സിബിഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ടാവും. നല്ല ഭംഗിയാണ്. ഇപ്പോൾ കുറേ 2-3 വർഷമായിട്ടൊന്നുമില്ല, പരിപാടിയൊന്നും നടത്തുന്നില്ല. അപ്പോൾ ഞാൻ ഇനി ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഡിസംബർ ഫസ്റ്റ് 5 ഡേയ്സാണ് കൊണാർക്ക് ഫെസ്റ്റിവൽ. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞു പോയി, പക്ഷെ ഒന്നുമില്ലായിരുന്നു. നമ്മൾ കോവിഡ് ആയത് കാരണം ഒരു പരിപാടിയില്ല. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ അടുത്തേക്ക് വന്നു. കൊണാർക്ക് ചന്ദ്രബഹ നദി തീരവും അവിടുത്തെ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട് സൈഡിൽ. അപ്പം നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങുന്നില്ല. നമ്മൾ പുരി പോകാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതിൽ കൂടെ ഒരു റൗണ്ട് ഒന്ന് അടിച്ച് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അതിൻ്റെ താഴേക്ക് പോകുന്നതാണ് ബീച്ച്. അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ ഈ ഉള്ളിലേക്കുള്ള ചന്ദ്രബഹ നദി തീരം നമുക്കൊന്ന് കാണാം. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പോക്കറ്റ് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ
നേരെ പോയാൽ അതിവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ മണൽ തീരത്ത് ഈ സൈഡിൽ കാണുന്ന ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമാണ്. നമ്മൾ ഇടയ്ക്ക് ഇവിടെ വരലുണ്ട്, സന്ധ്യക്കൊക്കെ വന്ന് ഒരു 2 മണിക്കൂറൊക്കെ ഇരിക്കലുണ്ട് ഇവിടെ. അപ്പോൾ ആ ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഉള്ളിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാൻ. ആ നദിയൊക്കെ ഒന്ന് കാണാം, ആ കുളം ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരണം. അപ്പോൾ ഈ കാണുന്ന ഇത് തൃക്കാർത്തിക ദീപം തെളിയിക്കുന്ന ഇവിടെ എല്ലാവരും വന്ന് ഈ പുഴയിൽ കുളിച്ച്, പുഴയല്ല കുളം, വലിയ കുളമാണ്. അപ്പോൾ അവിടെ കുളിച്ച് ദീപം സൂര്യ നമസ്കാരം ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കാർത്തിക മാസം ഇവിടെ വൃശ്ചിക മാസം കാർത്തിക മാസം എന്നാണ്. അപ്പോൾ ഈ കാർത്തിക മാസത്തെ എല്ലാവരും ഇവിടെ വരലുണ്ട്. ഞാനും ഒരു വർഷം വന്നിട്ടുണ്ട്. രാവിലെ 3 മണിക്ക് ഇവിടെ വന്ന് കുളിച്ച് സൂര്യ നമസ്കാരമൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്, വലിയ കുളമാണ്. ഒന്ന് ഇറങ്ങി നമ്മൾ നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കുളവും കാര്യങ്ങളൊക്കെ. മോള് അതാ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇവിടുത്തെ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും ആരും അങ്ങനെ അധികം വരില്ല, കാരണം മീൻ പിടുത്തമൊക്കെയാണ് ഇവിടെ. അതാണ് തോണിയൊക്കെ ഉള്ളത്. ഒത്തിരി തോണികൾ പോയിട്ടുണ്ട് മീൻ പിടിക്കാൻ. അപ്പോൾ ഇവിടെ ഭയങ്കര സ്മെല്ലൊക്കെയാണ്, നമ്മളങ്ങനെ അങ്ങോട്ട് വരാറില്ല. അപ്പോൾ ഇവിടെ മീൻ പിടിക്കലൊക്കെ ആയതുകൊണ്ടാണ് മീൻ വലയും ഒക്കെ അതവിടെ ഇട്ടിട്ടുണ്ട്. ഒത്തിരി ഈച്ചയൊക്കെയാണ്, അതാ മീനൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് അങ്ങനെ വരില്ല. നല്ല ഭംഗിയുള്ളതുകൊണ്ടൊന്ന് ഞങ്ങൾ ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ പോവുകയാണ്. ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല, ഭയങ്കര കാറ്റുമാണ്. അതാ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, കാരണം അവിടെ നിന്ന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റാണ്. അധികം ആളില്ലാത്ത ഭാഗമായത് കാരണം ലവേഴ്സൊക്കെ വന്ന് ഇവിടെ കറങ്ങുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കടലിൻ്റെ ഈ സൗണ്ടും കാറ്റൊക്കെ ആയത് കാരണം നമ്മൾ തിരിച്ച് പോവുകയാണ്, ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഭാഗം. അത് ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് നിന്ന്, ഭയങ്കര കാറ്റാണ്, അവിടെ നിൽക്കാൻ പോലും വയ്യ. പിന്നെ സ്മെല്ലും കാരണം ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു. അപ്പോൾ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് കാണാം കടലൊക്കെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം കയറി വന്നു. അത് കണ്ണു വണ്ടി എടുക്കുന്നുണ്ട്, കണ്ണു ഇറങ്ങി വന്നില്ലായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് ആ റൂട്ടിലേക്ക് തന്നെ പുരി പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഞാനും മോനും. അതിൽ വന്ന് അങ്ങ് ദൂരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മോൾ. അപ്പോൾ വണ്ടീൻ്റെ അടുത്തേക്ക് ഓടി വന്നായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം കയറി പോവുകയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചിൻ്റെ കുറച്ചപ്പുറത്ത് നമ്മൾ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങി. ഇവിടെ നിന്ന് കടലിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. റോഡ് സൈഡ് തന്നെയാണ് കടൽ. അപ്പോൾ അതാ റോഡ് സൈഡ് താഴെയാണ്. അപ്പോൾ താഴേക്ക് നമ്മളൊന്ന് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് കണ്ണു വന്നില്ല, വണ്ടി തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി പോയി. മോള് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റും ഒക്കെ ആയത് കാരണം നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. കടലിൻ്റെ കാറ്റും നല്ല തണുത്ത കാറ്റും ഒരു സൗണ്ടാണ്. അപ്പോൾ മക്കൾ 2 പേരും കൂടിയിട്ട് ഒന്ന് ഇവിടെ കളിക്കാൻ ഇറങ്ങിയതാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കയറി വരില്ല. അതുപോലെ ഒരു ഭൂന്നുള്ളൊരു സൗണ്ടാണ്, അതാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർ ഭയങ്കര കളിയൊക്കെയായിരുന്നു. വെള്ളം മണലിൽ എഴുതി കളിക്കും, തിര വരുമ്പോൾ ഓടിപ്പോവുകയും ഒക്കെ ആയിരുന്നു. മോള് പറയുമ്പോൾ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. മറൈൻ ഡ്രൈവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പുരിയിലൊരു സീ ബീച്ച് ഉണ്ട്, അപ്പോൾ അവിടെ പോവുക ഈവനിങ്ങിൽ എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അതാ കണ്ണ് ഇറങ്ങി വരാത്തെ. നമ്മൾ പോകുന്ന വഴിക്ക് ഇവരെ നിർബന്ധം കൊണ്ടൊന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് പോവാം, ബീച്ചിലൊക്കെ പോവാം ഈവനിങ്ങിൽ പറഞ്ഞു. അങ്ങനെ ഇവർ കളിക്കുകയാണ്. അത് മണലിലൊക്കെ എഴുതി വെച്ചിട്ട് വരുമ്പോൾ അവർ ഓടി കളിക്കുകയാണ്. അത് അങ്ങ് ദൂരേക്ക് പോകുന്നുണ്ട്. ഞാനവിടുന്ന് വിളിക്കുന്നൊക്കെ ഉണ്ട്, കാരണം ഈ ഭയങ്കര സൗണ്ടാണ്. അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര കാറ്റും ഊന്നുള്ളൊരു സൗണ്ടുമാണ്. അപ്പോൾ കുറച്ച് നേരം അവരവിടെ കളിച്ചു. നല്ല രസമാണ് അവിടെ കാണാനൊക്കെ. ഒരു മഴയൊക്കെ പെയ്ത് കാരണം നല്ല തണുത്ത അവസ്ഥയാണ്. ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയി, പക്ഷേ വെയിലൊന്നുമില്ല, ഒരു തണുത്ത ഒരു ക്ലൈമറ്റായിരുന്നു. വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമ്മൾ റോഡ് സൈഡുള്ള ഒരിടത്ത് പോയതാണ്. ശരിക്കും ബീച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട അവിടെ ചന്ദ്രബാഹൻ്റെ ആ ബീച്ച് ഞാൻ കാണിച്ചിരുന്നില്ല, അവിടെയാണ്. അപ്പോൾ ഇത് റോഡ് സൈഡായത് കാരണം അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ബീച്ച് പോകാൻ പ്ലാനുള്ളത് കാരണമാണ് കണ്ണിറങ്ങി വരാത്തത്.
അപ്പോൾ മക്കളിത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കണ്ണു അവിടെ വിളിക്കുന്നുണ്ട്. ഭയങ്കര കാറ്റാണ്. അപ്പോൾ നമ്മളിതാ കയറി പോവുകയാണ്. അതാ മോള് കാലൊക്കെ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടി അവിടെ കളിക്കുകയാണ്. അതാ മോള് കാലൊക്കെ കഴുകുകയാണ്. മോളെ കയ്യിലാണ് അപ്പോൾ ക്യാമറ ഉണ്ടായിരുന്നത്, മൊബൈല്. വീണ്ടും ഒന്നും കൂടി അവർ വീണ്ടും ഓടിപ്പോയി അവിടെ മണലിലൊക്കെ എഴുതി കളിക്കുകയാണ്. എന്നിട്ട് ഞാനും ഇവിടുന്ന് വഴക്കൊക്കെ പറയുന്നുണ്ട്, കുറേ നേരമായി നമുക്ക് പോവാം, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ണ് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. മോള് മൊബൈലും എടുത്തിട്ട് ഓടി വന്നു. ഞാനവിടെ മോനെ കാലെല്ലാം കഴുകി കൊടുത്തിട്ട് ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല, കാരണം നനഞ്ഞ് മണലാണ്, ഇത് കയറി വരണം. അപ്പം ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് കണ്ണൂർ അവിടെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കാറ്റൊക്കെ ആയത് കാരണം നമുക്കവിടെ ഒന്നും സംസാരിക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. ഞങ്ങൾ വേഗം വണ്ടി എടുത്തങ്ങ് വിട്ടു. അപ്പോൾ നമ്മൾ പുരി പോകുന്ന ആ റോഡ് നീളെ കടലാണ്. അപ്പോൾ അതാ കടലിൻ്റെ ഇപ്പുറത്ത് റോഡ്, അപ്പുറത്ത് കടൽ. ആകാശമൊക്കെ കണ്ടില്ലേ? അപ്പം നല്ല ബ്ലൂ കളറായിട്ട്. അപ്പോൾ അത് ആ ബീച്ചിൻ്റെ ആ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ബീച്ചിൽ നിന്നല്ല, ഇവിടെ ഒരു ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വന്നിട്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങോട്ടേക്ക് ഒന്നുമില്ല. റോഡ് കുറച്ച് അങ്ങ് പോയാൽ റോഡ് അവിടെ തീർന്നു. അപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുകയാണ്. ആ ബീച്ചിൻ്റെ ആ ഭാഗം ആയതുകൊണ്ട് നമ്മളൊന്ന് പോയതോ അല്ല, ഷൂട്ടിങ്ങൊക്കെ ഉണ്ടെങ്കിലും നോക്കാമല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ല തോന്നുന്നു. അപ്പോൾ നമ്മളിതാ റോഡ് സൈഡിൽ കൂടെ അങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടുന്ന് വീണ്ടും തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം. വെറുതെ നമ്മളൊന്ന് പോയിന്നേ ഉള്ളൂ. അപ്പോൾ എന്തോ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ. നമ്മളൊന്നതാ അങ്ങോട്ട് നോക്കിയതാണ്. അപ്പോൾ താഴേക്ക് സീനിയറൊക്കെ എടുക്കുക തോന്നുന്നു, ഷൂട്ടിങ്ങിൻ്റെ ഒന്നല്ല. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. എല്ലാ സ്ഥലങ്ങളൊക്കെ കാണാൻ വന്ന് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ചു. വീണ്ടും നമ്മൾ വന്ന വഴിക്ക് അവിടെ റോഡ് തീർന്നു, അത്രയേ ഉള്ളൂ. അതൊക്കെ കാഴ്ചയ്ക്ക് വേണ്ടി റോഡുണ്ട് എന്നുള്ളൂ, അല്ലാതെ അങ്ങോട്ട് വേറെ പ്ലേസ് ഒന്നുമില്ല, ഫുള്ള് കടലാണ്. അപ്പോൾ കാഴ്ചക്കാർക്ക് അങ്ങനെ വന്നു പോകാൻ വേണ്ടിയിട്ട് വലിയ റോഡ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ പോവുകയാണ്. പുരിയിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഐസ്ക്രീം കണ്ടു. മോൻ പറഞ്ഞു വെക്ക് ഐസ്ക്രീം കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി ഐസ്ക്രീം വാങ്ങി. ഏതൊക്കെ ഐസ്ക്രീം ഉള്ളതെന്നൊക്കെ കണ്ണ് ചോദിച്ചു. ചോക്കോബർ വാങ്ങി കഴിക്കുക, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കണ്ണു ചോദിച്ചു. അപ്പോൾ മോന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി വാങ്ങാൻ ഐസ്ക്രീം. അപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പുരിയിലേക്ക് പോവുകയാണ്. ഇത് ഇത്രയും നേരമായിട്ട് ഐസ്ക്രീം ഒന്നും കഴിഞ്ഞിട്ടില്ല. നല്ല വലിയ ഐസ്ക്രീം ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള ബദാം പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പുരി പോവുകയാണ്. പോകുന്ന വഴിക്ക് ബീച്ചിൻ്റെ ആ ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുക കേട്ടോ. ആ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ആ കുറച്ച് കാടും മരങ്ങളൊക്കെ ആകുമ്പോൾ കാണാൻ പറ്റില്ല. വീണ്ടും ആ റോട്ടിലേക്ക് തന്നെ വരും. ഇതാ വീണ്ടും പോകുന്ന വഴിക്ക് ബീച്ച് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് രാംചണ്ടി എന്ന് പറയുന്നൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ ഒരു ബീച്ച്, ഇവിടെ എല്ലാവരും ആൾക്കാരെല്ലാം വന്ന് ടൂറിസ്റ്റ് പ്ലേസാണ്. ബോട്ടിൽ ഞങ്ങളവിടെ ഇറങ്ങിയില്ല. ഞങ്ങൾ വേറൊരു ദിവസം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ബോട്ട് യാത്രയൊക്കെ ഉണ്ട്. കണ്ട് പറഞ്ഞായിരുന്നു ബോട്ടിൽ പോകണമെന്ന്. പക്ഷെ നമുക്ക് പുരിയിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉള്ള കാരണം ഞങ്ങൾ ഇറങ്ങാതെ റോഡിൽ നിന്ന് തന്നെ കണ്ടുകൊണ്ട് പോവുമായിരുന്നു. ബോട്ടിലൊക്കെ യാത്ര ചെയ്യുക. അതവിടെ ദൂരെ കാണുന്നില്ല, അത് കടലിൻ്റെ 2 ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. അത് ഞാൻ അവിടെ പോകുന്ന ആ സമയത്ത് അതിൻ്റെ വിശേഷങ്ങൾ പറയും. ഒരു നദി കടലിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വഴിയോരങ്ങളിലൊക്കെ ആൾക്കാർ ടൂറിസ്റ്റുകാർ വന്ന് ഭക്ഷണം കഴിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുരി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇളനീര് കണ്ടപ്പോൾ നിർത്തി വാങ്ങാമെന്ന് വിചാരിച്ചു. വണ്ടി നിർത്തി. അപ്പോൾ കണ്ണു ചോദിച്ച് ഇളനീരൊക്കെ അവർ കൊണ്ട് തന്നു. അപ്പം നമ്മൾ ഇളനീര് കഴിക്കട്ടെ. സമയം ഉച്ചയൊക്കെ ആയി. അപ്പോൾ മോള് പുറത്തേക്ക് ഇറങ്ങിപ്പോയി.
ഇളനീര് കഴിക്കുകയാണ്. ഞാൻ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു, വണ്ടി തന്നെ ഇരുന്നു. കാരണം 1 മണിയൊക്കെ ആകാനായി. നമ്മളിങ്ങനെ കറങ്ങി തിരിച്ച് വരുമ്പോഴേക്ക് സമയം ഒരുപാടായി. അപ്പോൾ ഇനിയും കൊണാർക്ക് റൂട്ട് കൂടെ പോവുകയാണ്, മറൈൻ ഡ്രൈവ് ആ ഭാഗമാണ്. അപ്പോൾ ഒരു സൈഡ് കടലുണ്ട്, ഒരു സൈഡ് റോഡ് കൂടെ പോവാണ്. ഇനിയും ഒത്തിരി ദൂരമുണ്ട്. നമ്മൾ ചുറ്റിത്തിരിഞ്ഞ് ഈ വഴി വന്ന കാരണം ഒത്തിരി ദൂരമുണ്ട് പുരിയിലേക്ക്. അപ്പോൾ കണ്ണും ഇളനീരൊക്കെ വാങ്ങി. ഇവിടെയും ഭയങ്കര കാറ്റാണ്. ഈ കടൽ തീരം ആയതുകൊണ്ട് ഭയങ്കര കാറ്റൊക്കെയാണ്. അപ്പം ഞാനും മോളും കൂടി ഇളനീരൊക്കെ കഴിച്ചു. കണ്ണും അത് ഇളനീരിൻ്റെ അത് 2 മുറിച്ച് തരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഇളനീര് അത് തിന്നാലോ. അപ്പം എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വണ്ടി തന്നെ ഇരുന്നു, ഇവർ കഴിക്കുകയൊക്കെ ആയിരുന്നു. പുരി പോവുകയാണ്. നമ്മൾ റൂട്ട് വേറെ റൂട്ടാണ് വന്നത്. സാധാരണ പുരിയിൽ അതിലെ ഒരു റൂട്ടുണ്ട്, അതിലൊരു ഷോർട്ടുണ്ട്. നമ്മളിപ്പോൾ കൊണാർക്ക്, രാംചണ്ടി ഒക്കെ നല്ല കാഴ്ചയൊക്കെ കണ്ടിട്ട് പോകാൻ നമ്മൾ ഈ റൂട്ടിൽ നിന്ന് ഇത് കുറച്ച് ദൂരമാണ്. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. കണ്ണോട് വാങ്ങാൻ പോയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക. ബാക്കിയുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു.